എന്താ ശിവ, പേടിച്ചു പോയല്ലേ? ചില നിമിഷങ്ങളിൽ മനുഷ്യരങ്ങനെയാണ്. എല്ലാം നേടിയിട്ടും അതൊന്നും രക്ഷയ്ക്കെത്താത്ത വല്ലാത്തൊരു നിമിഷത്തിൽ അങ്ങനെ സംഭവിക്കും. പക്ഷെ നിന്റെ ഇടനെഞ്ചിൽ നിന്നുയർന്ന അവസാനത്തെ വിളി ഞാൻ കേട്ടു. വന്നു. ഇനി റിലാക്സ്, റിലാക്സ്. നിങ്ങൾ ആരാ? എന്നെ അറിയാത്തവർ വളരെ ചുരുക്കമല്ലേ ശിവ? ഞാനൊരു നൊമാഡ്, ദേശാടകൻ, ഭിക്ഷാം ദേഹി. പേര്? പല പേരുകളില്ലേ എനിക്ക്. 33 കോടി ദേവഗണങ്ങളിലും അതിന്റെ അത്ര മനുഷ്യഗണങ്ങളിലും എന്റെ പേരുണ്ട്. ആദിയിലുണ്ടായ വചനത്തിലും പിതാവിലും പുത്രനിലും ഞാനുണ്ട്. പിന്നെ പട്ടാപ്പകൽ നിരപരാധികളെ കൊന്നിടുമ്പോൾ, മുറ്റത്തോടിക്കളിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ ബോംബെറിഞ്ഞ് വീഴ്ത്തുമ്പോൾ, ഇരുളിന്റെ വഴിപിഴച്ച സന്തതികൾ കുരുന്നു പെൺകുട്ടികളുടെ മാനം കവർന്നെടുക്കുമ്പോൾ, നാടാകെ കോമരം തുള്ളുമ്പോൾ ഞാൻ അവതരിക്കും. ഇവിടെയും വന്നു. തൽക്കാലം രക്ഷകനെന്ന് കരുതിക്കൊള്ളു. പ്രാണവായുവിന്റെ ഈടിന്മേൽ ഞാൻ നിനക്ക് തരുന്ന ഈ ജീവിതം ഭയന്നോടാനുള്ളതല്ല, ചെറുത്തുനിന്ന് പടവെട്ടി നേടിയെടുക്കാനുള്ളതാ. ശിവ, നിനക്കിത്തിരി കുറുമ്പ് കൂടിപ്പോയി. അതുകൊണ്ട് ഒരുപാട് ശത്രുക്കളെയും നീ സമ്പാദിച്ചു. ഇപ്പോഴിവിടെ ഉണ്ടല്ലോ ഒരുത്തൻ. നിനക്ക് ഞാൻ പലതവണ വാണിംഗ് തന്നതാണ്. അനുസരണക്കേടിനുള്ള ശിക്ഷ വാങ്ങാതെ നീ പോവില്ല, അല്ലേ? ചെകുത്താന്റെ പരീക്ഷണങ്ങളുമായി എന്റെ മുമ്പിൽ വന്ന് നിൽക്കാതെ നീ പോ. ഈ കത്തിമുന പോലെയാണ് ജീവിതം. ഔചിത്യബോധമില്ലാതെ ഇത് ഉപയോഗിച്ചാൽ സ്വന്തം നെഞ്ചിലേക്ക് തന്നെ ബൂമറാങ് പോലെ തറച്ചു കയറും. എന്തിനു വേണ്ടിയായിരുന്നു ശിവ ഇതൊക്കെ? പറ, എന്തിനു വേണ്ടി? അത് പണം. പണം? പണം? പണത്തിന് വേണ്ടി സ്തുതിഗീതങ്ങൾ പാടുന്ന, പണമാണ് സർവവും എന്ന് ഉദ്ഘോഷിക്കുന്നവരുടെ നെറുകേടിന്റെ കുരുത്തംകെട്ട ലോകത്ത് നിന്നും നേടിയ പണത്തിന് നിന്നെ രക്ഷിക്കാനായോ? ഇല്ല. ഒടുവിൽ പരാജയത്തിന്റെ അവസാന പടവിലെത്തി നിൽക്കുമ്പോൾ പണം കൊണ്ടുണ്ടാക്കിയ ബന്ധങ്ങൾക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയാത്തതെന്തേ? കഴിയില്ല ശിവ, കഴിയില്ല. നമ്മുടെ അഹന്തയുടെ കവചങ്ങളെല്ലാം അഴിഞ്ഞു വീഴുമ്പോൾ ഒടുവിൽ രക്ഷയ്ക്കെത്തുന്നത് ഒന്ന് മാത്രം. ഉന്നതങ്ങളിൽ നിന്നും അത്യുന്നതങ്ങളിൽ നിന്നും വരുന്ന ഈശ്വര കടാക്ഷം. The God's grace, the God's mercy. പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, അവനവൻ വീഴുന്നിടത്ത് ദൈവത്തിനും പിന്നെ സ്വന്തം ചങ്കൂറ്റത്തിനും മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റുമെന്ന്. ആദ്യം നീ നിന്റെ തോൽവിക്കിടയിൽ നിന്ന് മനസ്സൊന്ന് വകഞ്ഞു മാറ്റി പുറത്തു വാ. എന്നിട്ട് ചങ്കൂറ്റത്തോടെ ഇറങ്ങി നിന്നെ തകർക്കാൻ ശ്രമിച്ചവരുടെ രാവണൻ കോട്ടകൾ തകർത്ത് അവരെ കാൽ കീഴിലാക്കുന്ന ഇന്ദ്രജാലം എനിക്കൊന്ന് കാട്ടിത്താ ശിവ, കാട്ടിത്താ. പോകാൻ സമയമായി. എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഇനി നമ്മൾ തമ്മിൽ എന്ന് കാണും. എവിടെ വെച്ച്? അതെ, കാണും. ഒരിക്കൽ, എന്നെങ്കിലും ഒരിക്കൽ എവിടെയെങ്കിലും വെച്ച് നമ്മൾ കാണും.
അന്ന് എന്റെ രൂപം ഇതായിരിക്കില്ല. മറ്റൊരു രൂപം, മറ്റൊരു നാമം, മറ്റൊരു ഭാവം. അതുവരെ നിനക്കും എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നന്മ വരട്ടെ. ഒരു ചുക്കും എനിക്ക് കേൾക്കണ്ട. എനിക്കിപ്പോ അറിയണം നിങ്ങൾ ആരാണ് അവനെ കൊല്ലാൻ അയച്ചതെന്ന്. മൈക്കിളെ, അവനെ കൊല്ലാൻ ആളയച്ചത് ഞാനാണെന്ന് തന്നെ നീ കരുതിക്കോ. അതിന് നീ എന്തിനാ എത്ര ബഹളം വയ്ക്കുന്നത്? വേലുഭായി, ഇവന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം. പെങ്ങടെ കഴുത്തി താലി കെട്ടേണ്ടവനാ ശിവ. അവൻ തട്ടിപ്പോയ പെങ്ങള് വഴിയാധാരം ആവോന്ന് ഇവന് നല്ലവണ്ണം അറിയാം. അങ്ങനെയെങ്കിൽ അങ്ങനെ. പക്ഷെ അതിനൊക്കെ മുമ്പ് വഴിയാധാരമാവാൻ പോകുന്നത് നിങ്ങളൊക്കെയാ. ഒന്നിയുടെ മോനെ, നിനക്കെന്നെ കൊല്ലണോ അല്ലേ? ശിവ, നിനക്കെന്നല്ല, ഈ ഇരിക്കുന്ന ഒരു ചെറ്റകൾക്കോ സാധിക്കില്ല. എന്നെ കൊല്ലാൻ കൊടുത്തുവിട്ട ആയുധം സ്വന്തം നെഞ്ചിലേക്കിപ്പോ ബൂമറാങ് പോലെ തിരിച്ചു വന്നിരിക്കുക. ശിവ വേണ്ട. വേണം. പണ്ടൊരിക്കൽ എന്നോട് പണം എണ്ണി വാങ്ങുമ്പോ നീ പറഞ്ഞ ഓർമ്മയുണ്ടോ? ദൈവനിശ്ചയം പോലെയാണ് നാം ഒരുമിച്ചതെന്ന്. അന്നൊന്നുകൂടി തീരുമാനിച്ചിരുന്നു. എന്റെ കൈ കൊണ്ടാ നിന്റെ അന്ത്യമൊന്നും. വേണ്ടത് പറ പ്ലീസ്. പണ്ട് ഇതുപോലൊരു ആയുധം എന്റെ കയ്യിൽ വെച്ച് തന്നപ്പോ ഞാൻ തന്നോട് പറഞ്ഞു, ആവശ്യം വരുമ്പോ ഇതെന്റെ കൈ താനേ വന്ന് ചേരുമെന്ന്. വന്നു ചേർന്നു. ഞാനൊന്ന് വിരലമർത്തിയ മരണം കാത്തു നിൽക്കുമ്പോ പിന്നെ വേലുബായിക്ക് അങ്ങനെ നിന്നെ രക്ഷിക്കാൻ പറ്റും? പറ വേലുബായി, രക്ഷിക്കാൻ പറ്റുമോ? ശിവ, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിന്നെ കൊല്ലാൻ ശ്രമിച്ചത് ഞാനല്ല. അല്ലെന്ന് ഇവൻ പറയട്ടെ. പറടാ, ആരാ എന്നെ കൊല്ലാൻ അയച്ചത്? അത് പറയാൻ. അത് വേലുബായും ആന്റണി സാറും പറഞ്ഞിട്ട്. ആന്റണി, നിനക്കുണ്ട് ഇതിലൊരു ബുള്ളറ്റ്. നിന്റെ പഴയ റൂട്ട് മാപ്പ് തപ്പിയാ കിട്ടുന്ന ശിവ എന്ന പാവം പയ്യനല്ലേ പറയുന്നത്? ശിവ, നിന്നോട് ചെയ്തതെല്ലാം തെറ്റാണെന്ന് എനിക്കറിയാം. എല്ലാത്തിനും നിന്നോട് ഞാൻ മാപ്പി ചോദിക്കാം. മാപ്പോ? അങ്ങനെ ഒരു മാപ്പിൽ ഒതുങ്ങുന്നതല്ലോ ആന്റണി കാര്യങ്ങള്. അല്ല സബാനെ? വലിയ പ്രയാസ. മുമ്പ് ഇവനെ രക്ഷിക്കാൻ ഇവന്റെ മുമ്പിൽ ഞാൻ എരന്നു നിന്നപ്പോ ഇവൻ എന്നെ കൊണ്ട് എന്താ ചെയ്യിച്ചത്? കാല് പിടിപ്പിച്ചു. ഇപ്പോ ഇവന് രക്ഷപ്പെടാൻ എന്താ ചെയ്യേണ്ടത്? കാല് പിടിക്കണം. സ്വന്തം ഉയർച്ചയ്ക്ക് വേണ്ടി പെങ്ങളെ പോലെ കരുതിയവളെ പിഴപ്പിച്ച് വളർന്ന ചരിത്രം ശിവയ്ക്കില്ല. അപ്പന്റെ ശവം വിറ്റ പണം കൊണ്ടല്ല ശിവ കളിച്ചു തുടങ്ങിയത്. യു കാച്ച് മൈ പോയിന്റ്. ശിവ, ഇവരെല്ലാരും കൂടെ എന്നെ ചതിക്കായിരുന്നു. ഇനി ഞാനുണ്ട് നിന്റെ കൂടെ. കതറിട്ട് വെള്ളപൂശി പക്ഷം മാറി മാറി ഇരകളെ തമ്മിലടിപ്പിച്ച് വളരാൻ ഇനിയും നീ ഉണ്ടാകരുത്. ഔദാര്യം പോലെ ഞാൻ ഇട്ടു തന്നാ നിന്റെ ഈ ജീവിതം. എന്നിട്ടും മരണം എരന്ന് വാങ്ങാനാ നിന്റെ വിധി. ശിവ, 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 സന്തോഷമായി. നീ വീട്ടിലേക്കൊന്ന് വന്നല്ലോ.
ഈ കാണുന്നതൊക്കെ നിനക്കുള്ളതാ. ശിവ, ഞാനിതൊന്നും കാണാൻ വന്നതല്ല. പിന്നെ ശിവയെ കുറിച്ച് ഞാനൊരു കാര്യം അറിഞ്ഞു. അത് സത്യമാകരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാ ഞാൻ വന്നത്. നീ എന്തറിഞ്ഞു എന്നായി പറയുന്നത്? നിങ്ങൾക്ക് ആരെങ്കിലും കൊല്ലാൻ സാധിക്കുമോ? നീ എന്തായി പറയുന്നത്? പറ, നിങ്ങൾ ആരെങ്കിലും കൊന്നോ? ജൂലി, നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? അല്ല, ഭ്രാന്തല്ല. സത്യം അറിഞ്ഞിട്ട് തന്നെ ഞാൻ വന്നത്. പറ, ഞാൻ കേട്ടത് നേരാണോ? ജൂലി, എന്നെ നിന്നെ തമ്മിൽ അകറ്റാൻ വേണ്ടിട്ട് ആരോ പറയുന്ന നുണ കേട്ട് നീ ആവശ്യമില്ലാത്തൊന്നും സംസാരിക്കരുത്. ഇല്ല, ഞാൻ സംസാരിക്കില്ല. പക്ഷേ ഞാൻ കേട്ടത് നുണയാണെങ്കിൽ ഇല്ലായ നീ നാവുകൊണ്ട് ചങ്കുറ്റത്തോട് നിങ്ങൾ പറയണത് എനിക്ക് കേൾക്കണം. എന്താ പറയാൻ പറ്റുമോ? നീ ഇപ്പൊ പുലമ്പൊന്നൊക്കെ വെറും വിഡിത്തം. ഞാനിപ്പോ ചെയ്യുന്ന ഒരു ബിസിനസ്സാ. അതിന്റെ ഇടയിൽ പലതും കേട്ടെന്ന് വരും. അതൊക്കെ വിശ്വസിച്ചിട്ട് എന്നെ ചോദ്യം ചെയ്യാൻ ഇറങ്ങിയാല് ചിലപ്പോ തകരുന്ന നമ്മുടെ ബന്ധമായിരിക്കും. അതുകൊണ്ട് ജൂലി, നീ ഇപ്പൊ പോ. ഇല്ല, സത്യം അറിഞ്ഞിട്ട് ഞാൻ പോകുന്നുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലേണ്ടി വരും. ജൂലി, പറ, നിങ്ങൾ ആരെങ്കിലും കൊന്നോന്ന്? ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. മതി, എനിക്കത് കേട്ടാ മതി. ഞാൻ പോട്ടെ. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. സബാന, നിനക്ക് നിന്നെ തന്നെ നഷ്ടപ്പെട്ടു പോയി.